ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും വീഡിയോസിൽ ഒരിക്കലും ചെയ്യാത്തൊരു ഹോം റെമഡിയാണ് ഞാൻ ചെയ്യുന്നത്, മുൾത്താന മുട്ടി. അപ്പോൾ മുൾത്താന മുട്ടിയെ പറ്റിയാണ് ഇന്നത്തെ ഒരു ബ്യൂട്ടി വ്ളോഗിലേക്ക് കേട്ടോ. അപ്പം മുൾത്താന മുട്ടി എന്ന് പറയുന്ന ഒരു ക്ലേ ആണ്, അതല്ലെങ്കിൽ ഒരു തരം ഫൈൻ പൊടി പോലെയാണ് കേട്ടോ അത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വനശ്രീയുടെ പൊടിയാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. അത് നമ്മൾക്ക് അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് അറബിക്കഥയിലെ രാജകുമാരികൾ നല്ല സുന്ദരികളായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഇതേപോലത്തെ ഉള്ളൊരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടാണ്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ നമ്മളെ മുൾത്താന മുട്ടി എന്ന് പറയുമ്പോൾ. മുൾത്താന മുട്ടി എന്ന് മുഖക്കുരു, കരിവാളിപ്പ്, അങ്ങനെ കറുത്ത പാടുകളെല്ലാം മായ്ക്കാനുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം പോകുന്ന ഒരു ഹോം റെമഡിയും കൂടിയാണ് കേട്ടോ. അപ്പം ഇതിനെ പറ്റി പറയാനെന്ന് വെച്ചാൽ, അപ്പം മുഖത്ത് മാത്രമല്ല, നമ്മുടെ ഫുൾ ബോഡിയിൽ ഇടാനും അതുപോലെ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നുമ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് ടച്ച് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഞാൻ എല്ലാ ആയുർവേദ ടിപ്സും അതുപോലെ തന്നെ എല്ലാ ടിപ്സും ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു ചെറിയൊരു ക്ലീൻ ബൗളിലേക്ക് ഒരു സ്പൂൺ ഇടുകയാണ്, മുൾത്താന മുട്ടി ഇടുകയാണ്. ആവശ്യത്തിന് മതി, ഒരു സ്പൂണാണെങ്കിൽ ഒരു ദിവസത്തേക്ക് മതിയാവും. അപ്പം അതെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈൻ പൊടിയാണ്, അല്ലാതെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് ക്ലേ കട്ട കണക്കും പൊടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഉണക്കിയിട്ട് അത് നല്ലോണം പൊടിച്ചെടുക്കാനും കൂടെ കിട്ടും. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ചത് എനിക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് വനശ്രീയുടെ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ വനശ്രീ. നല്ലൊരു ഫേസ് പാക്കിനൊക്കെ നല്ലൊരു പറ്റിയൊരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കേട്ടോ എടുത്ത്. കുറച്ച് ലൂസാണ്, അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമുക്ക് കുറച്ചും കൂടെ കട്ടി കിട്ടും. എന്നാൽ കൂടെ ഞാൻ തൈരെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് അത്രയ്ക്ക് ഗ്ലോ തരുന്ന ഒരു ഇതാണ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ തൈരിൻ്റെ ഫേസിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻറ്റി ആണ് കിട്ടിയത്. കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ലൂസാകാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ മുഖത്ത് നന്നായിട്ടൊരു തണുപ്പ് കിട്ടും. നമ്മളെ കറ്റാർവാഴ പോലെയാണ്, നല്ലൊരു തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ്. നമ്മുടെ മുഖത്തൊക്കെ ഉള്ള പോട്ട്സ് അതൊക്കെ മാറി നമുക്ക് ഒരു ഫ്രഷ് ക്ലീനിങ് എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാം രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം തൂയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസ് കിട്ടും കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഫേസിലേക്ക് അങ്ങ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഫേസിലേക്ക് ചെറിയൊരു ബ്രഷ് നമ്മളെ കയ്യിലുള്ള ബ്രഷിൽ അങ്ങ് ഇടുക. ഇത് നമ്മൾ ഇത് ഇടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ കയ്യിലൊന്ന് തേച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുക. പേസ്റ്റ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്കൊന്ന് അലർജി ഉണ്ടോ ഇല്ലേന്ന്. അലർജി ഉള്ളവരാണെങ്കിൽ ഇത് മാക്സിമം ഒഴിവാക്കുക. അലർജി ഉള്ളവർ മാക്സിമം ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് അല്ലാത്തവർ നല്ല സ്കിപ്പ് ചെയ്യാതെ ഇടുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് കുറച്ച് ഹാർഡാണ്. നമുക്ക് ഇതിൽ പലരും റോസ് വാട്ടർ ഇട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചിലർ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേക ഒരു ഐഡിയ തോന്നിയിട്ടാണ് ഞാനിതിൽ മുൾത്താന മുട്ടിയും അതുപോലെ തന്നെ കുറച്ച് തൈരാകുമ്പം കുറച്ച് നല്ലതാണ്. ഞാൻ എല്ലാ വീഡിയോസിലും റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് തന്നെ. ഇതിൽ നമ്മളിപ്പോൾ മുൾത്താന മുട്ടി എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു മണ്ണാണല്ലോ. അപ്പം അതിനനുസരിച്ച് ഫ്രഷ് തൈരും കൂടെ ആകുമ്പോൾ എങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്.
അപ്പോൾ അത് നന്നായിട്ട് ഫേസിൽ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. എല്ലായിടും കണ്ണിന് ചുറ്റും മാറ്റിയിട്ട് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കണ്ണിന് ചുറ്റും മാത്രം നമ്മളെ കഴുത്തിൽ, കയ്യിൽ, നമ്മളെ കാലിൽ, ഇതൊക്കെ ഇവിടെയൊക്കെ തേച്ച് നന്നായിട്ട് നമ്മളെ ഫേസും അതുപോലെ കൈയും കാലും എല്ലാം ഒരേ നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തന്നെ കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു മാക്സിമം 10 മിനിറ്റ് എടുത്ത് തേച്ച് കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് എല്ലായിടവും അപ്ലൈ ചെയ്യണമല്ലോ. നമ്മൾ പെട്ടെന്ന് തേച്ചാലും അത്രത്തോളം നമുക്ക് എവിടെയൊക്കെയാണെന്ന് വിട്ടുപോകും. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. എനിക്കിതൊരു എഫക്റ്റ് വന്ന് കടലമാവ് കണക്കാണ് എഫക്റ്റ് വന്നത് കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റിനേഷൻ ആണ്. അപ്പം ഞാനത് ഫുള്ള് ഫേസിലങ്ങ് ഇട്ട് ഒരു 10-15 മിനിറ്റ് ശേഷം ഫേസിലൊക്കെ കണ്ടോ ജസ്റ്റ് ഒന്ന് മാറ്റി, സ്പൂണൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സ്പോഞ്ച് വെച്ച് മാറ്റുമ്പോൾ ഏറ്റവും നല്ലത് ഈ സ്പോഞ്ച് വെച്ച് മാറ്റാനാണ് കേട്ടോ നല്ലത്. ഏറ്റവും ഇത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റാം. പക്ഷെ പെട്ടെന്ന് ടൈം മാറിപ്പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നങ്ങ് ഫേസ് പാക്ക് അങ്ങ് മാറ്റിക്കളയാന്ന്. ഒരുപാട് ജസ്റ്റ് ഒന്ന് സ്ക്രബല്ല, ഇത് നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്യാൻ നേരത്തൊക്കെ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് സ്ക്രബിൻ്റെ രൂപമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഫേസ് വാഷ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് നല്ലൊരു തിളക്കവും മാറ്റമൊക്കെ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അവസാനം ഫേസൊക്കെ നന്നായിട്ട് കഴുകി കേട്ടോ. അപ്പോൾ കഴുകിയപ്പോൾ തന്നെ നല്ലൊരു മാറ്റം എൻ്റെ ഫേസിൽ നന്നായിട്ട് നല്ലൊരു മാറ്റം തന്നെ എനിക്ക് കിട്ടി കേട്ടോ. ഫേസ് നല്ല വെള്ളമൊക്കെ വെച്ചിട്ട് കഴുകിയിട്ട് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടി കണ്ടോ. നന്നായിട്ട് മാറിയത് കണ്ടോ. കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഈ ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിലൊക്കെ 1-2 ദിവസം ഇടുമ്പോൾ തന്നെ നന്നായിട്ടൊരു മാറ്റം കിട്ടും.